എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റർഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറാണ് എടുക്കുന്നത്. ഇത് വാനില ഫ്ലേവറിലുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. 3 ടേബിൾ സ്പൂൺ പാലാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറിലേക്ക് 3 ടേബിൾ സ്പൂൺ പാലൊഴിച്ചിട്ട് കട്ടകളൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് പാലാണ് എടുത്തത്. മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇതുപോലെ തുടർച്ചയായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ തിള വന്ന് തുടങ്ങുമ്പോഴാണ് പഞ്ചസാരയൊക്കെ ചേർക്കുന്നത്. ഇത് ഇപ്പോൾ പാല് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വയ്ക്കാം. എന്നിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ആവാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കസ്റ്റർഡ് മിക്സാണ് ചേർക്കാനുള്ളത്. ഈ കസ്റ്റർഡ് മിക്സ് ഒഴിക്കുന്ന ഉടനെ തന്നെ ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഞാനിതിവിടെ എടുത്ത് വെച്ചിരുന്ന കസ്റ്റർഡ് മിക്സ് മുഴുവനും ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിക്കായി വരുന്നത് വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഒന്ന് ചെറുതായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ഈ ചൂടുള്ള അടുപ്പിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കാം. ഈ ചൂടുള്ള അടുപ്പിൽ നിന്ന് മാറ്റിവെച്ച ശേഷം ഞാനിതൊന്ന് അല്പസമയം ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ചെറിയ എന്തെങ്കിലും കട്ടകളുണ്ടെങ്കിൽ ഒരു അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുത്താലും മതിയാകും. ഇതിലിപ്പോൾ ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ല. ഇനി ഇത് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷമാണ് ഈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 തരത്തിലുള്ള മുന്തിരിയും കുറച്ച് പോമഗ്രാനേറ്റും ഒരു ആപ്പിളിൻ്റെ പകുതിയും 10 ബദാം ഇവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിങ്ങൾക്ക് പഴുത്ത മാങ്ങ ചേർക്കാം, അതുപോലെ പഴം ചേർക്കാം. ഞാനിപ്പോൾ ഇത്രയുമാണ് ഇതിലേക്ക് ചേർക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുള്ളത്. നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റർഡ് മിക്സ് നല്ലതുപോലെ ചൂടാറിക്കഴിഞ്ഞ ശേഷം വേണം ഈ ഫ്രൂട്ട്സൊക്കെ ചേർക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഈ കറുത്ത മുന്തിരിയും പച്ചമുന്തിരിയും കുറച്ച് പോമഗ്രാനേറ്റും അതുപോലെ ഒരു ആപ്പിളിൻ്റെ പകുതിയും 10 ബദാം വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തതുമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണിത്. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ ഫ്രൂട്ട് കസ്റ്റർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്